ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നികുതി ചെലവ് ബില്ലിനെതിരെ ശതകോടീശ്വരനായ ബിസിനസ്സുകാരനും സാങ്കേതിക ഭീമൻ കൂടിയായ ഇലോൺ മസ്ക് കടുത്ത ആക്രമണമാണ് ഇപ്പോൾ അമേരിക്കയിൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ എലോൺ മസ്ക് ഈ ബില്ലിനെ വെറുപ്പുളവാക്കുന്ന മ്ലേച്ഛതയെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് കമ്മി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷമിക്കണം, പക്ഷെ എനിക്ക് ഇനി ഇത് സഹിക്കാൻ കഴിയില്ല എന്ന് മസ്ക് എഴുതി. ഇത് കോൺഗ്രസിന്റെ ചെലവുകൾ നിറഞ്ഞ പരിഹാസ്യവും ലജ്ജാകരവുമായ ഒരു ബില്ലാണ്. ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവർ സ്വയം ലജ്ജിക്കണം. കാരണം അവർ തെറ്റ് ചെയ്തുവെന്ന് അവർക്കറിയാം, മസ്ക് പറയുന്നു. അമേരിക്കയുടെ ഇതിനോടകം തന്നെ ഭീമമായ ബഡ്ജറ്റ് കമ്മി $2.5 ട്രില്യൺ ഉയർത്താൻ ഈ ബിൽ കാരണമാകുമെന്നും ഇത് രാജ്യത്തിന്റെ താങ്ങാനാവാത്ത കടബാധ്യത വർദ്ധിപ്പിക്കുമെന്നും മസ്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ട്രംപിന്റെ ടീമിൽ നിന്നും മസ്ക് പിന്മാറുകയും ചെയ്തിരിക്കുകയാണ്. ഫെഡറൽ ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഉത്തരവാദിയായ ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പ് അതിന്റെ മേധാവി കൂടിയായിരുന്ന സ്ഥാനത്ത് നിന്നും ഇലോൺ മസ്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാജിവെച്ച് പുറത്തുപോയത്. ഈ വിവാദ ബില്ലിൽ നിന്നും അദ്ദേഹം വ്യക്തമായ അകലം പാലിക്കുകയും ചെയ്തു. ട്രംപ് ഈ ബില്ലിനൊപ്പം നിൽക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി. ഇലോൺ മസ്കിന്റെ വിമർശനത്തെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് നിസ്സാരമായി കണ്ടു. ഈ ബില്ലിനെ കുറിച്ച് എലോൺ മസ്ക് എന്താണ് ചിന്തിക്കുന്നതെന്ന് പ്രസിഡന്റ് ട്രംപിന് ഇതിനകം അറിയായിരുന്നുവെന്നും എന്നാൽ എലോൺ മസ്കിന്റെ ഈ നടപടി അദ്ദേഹത്തിന്റെ അതായത് ട്രംപിന്റെ വീക്ഷണത്തെ മാറ്റില്ലെന്നും പറയുന്നു. ഇതൊരു വലിയ മനോഹരമായ ബില്ലാണ്. പ്രസിഡന്റ് അതിൽ ഉറച്ചു നിൽക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ബില്ലിനെ തന്റെ സാമ്പത്തിക നയത്തിന്റെ നട്ടെല്ലായി വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാം. അതേസമയം മസ്ക് ഇതിനെ അനിയന്ത്രിതമായ ചെലവിന്റെ പ്രതീകമായി കണക്കാക്കുകയും ചെയ്യുകയാണ്. ട്രംപിന് $250 മില്യൺ സഹായമാണ് മസ്ക് കഴിഞ്ഞ തവണകളിൽ നൽകിക്കൊണ്ടിരുന്നത്. 2024 ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഇലോൺ മസ്ക് $250 മില്യൺ സംഭാവനകൾ നൽകി. ഇതിനുശേഷം ഡെഫിസിറ്റ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന പേരിൽ ഒരു സംരംഭത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. എന്നാൽ ഇപ്പോൾ അത് അടച്ചുപൂട്ടി. ഗവൺമെന്റ് മാലിന്യങ്ങൾ വേരോടെ പിഴുതെറിയുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യവും. ഇതിൽ രാഷ്ട്രീയ പ്രതികരണവും വളരെയധികം പ്രസക്തമാണ്. കെൻറ്റക്കി റിപ്പബ്ലിക്കൻ MP തോമസ് മാസി എലോൺ മസ്കിനെ പിന്തുണച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു. മറുപടിയായി മസ്ക് 2 വാക്കുകളിൽ മറുപടി നൽകി: ലളിത ഗണിതം. മസ്കിന് ബിൽ മനസ്സിലായിട്ടില്ല. ഹൗസ് സ്പീക്കർ ജോൺസനാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മസ്കിന്റെ വിമർശനം വളരെ നിരാശാജനകമാണെന്നും ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ വ്യക്തമാക്കി. തിങ്കളാഴ്ച താൻ എലോൺ മസ്കുമായി 20 മിനിറ്റ് സംസാരിച്ചതായും വലിയ നികുതി ഇളവുകൾക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുമായുള്ള ആദ്യത്തെ ശക്തമായ ചുവടുവയ്പ്പാണ് ഈ ബില്ലെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചതായും അദ്ദേഹം പറയുന്നു. എന്നാൽ എലോൺ മസ്കിന് ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് വളരെയധികം സൗകര്യങ്ങളും പണവും നൽകി സഹായിച്ച ഇലോൺ മസ്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയുടെ ഇല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്നും വിട്ടുനിന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ട്രംപുമായി മസ്ക് പിണങ്ങിയോ എന്ന ചോദ്യവും ഇവിടെ വളരെയധികം പ്രസക്തമാവുകയാണ്. ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും ഒരുമിച്ചെടുത്ത പല തീരുമാനങ്ങളും വളരെയധികം പ്രസക്തമാവുകയും ചെയ്തു. രാജ്യത്തിൽ വളരെയധികം സമ്പുഷ്ടമായ അല്ലെങ്കിൽ വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇതിൽ ഡൊണാൾഡ് ട്രംപിന്റെ നട്ടലായി പ്രവർത്തിച്ചത് മറ്റാരുമല്ല, ഇലോൺ മസ്ക് തന്നെയാണ്. ലോകത്തിലെ തന്നെ ശതകോടീശ്വരന്മാരിൽ ഏറ്റവും വലിയ കോടീശ്വരനായ എലോൺ മസ്ക് ഇനി അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ നിന്നും പിന്മാറിയതോടെ ആർക്കെല്ലാം ഏതെല്ലാം രീതിയിലുള്ള ഭീഷണിയാണ് ഇത് നൽകുന്നത് എന്നുള്ളത് വ്യക്തമാവുന്നില്ല. അമേരിക്കയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ബന്ധം അത്രത്തോളം ശക്തമായിരിക്കും. ഈ ശക്തമായ പിൻബലത്തോടെ ആയിരിക്കും എലോൺ മസ്ക് തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുത്തത്. ഈ വളർത്തിയെടുത്ത ബിസിനസ് സാമ്രാജ്യത്തെ ഇല്ലാതാക്കാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കും എന്നുള്ളതും വളരെയധികം എടുത്തു പറയേണ്ട ഒരു ഘടകമാകും. അതിനാൽ തന്നെ ഡൊണാൾഡ് ട്രംപിന് ഇലോൺ മസ്കും ഇലോൺ മസ്കിന് ഡൊണാൾഡ് ട്രംപും വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായി മാറും. അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങളിലും അതുപോലെ തന്നെ ബിസിനസ് സാമ്രാജ്യത്തിലും വളരെയധികം
കൊത്തുപണികൾ നടത്താൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കാം ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനി ഏതെല്ലാം രീതിയിലുള്ള തകർച്ചയ്ക്കായിരിക്കാം സാക്ഷ്യം വഹിക്കേണ്ടതെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അമേരിക്ക ഇനി ഡൊണാൾഡ് ട്രംപിനെയാണോ അതോ എലോൺ മസ്കിനെ ആയിരിക്കുമോ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത്? അമേരിക്കയുടെ പ്രസിഡന്റായി ലോകരാജ്യങ്ങളെ തന്നെ ഭരിക്കാൻ കെൽപ്പുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ തീരുമാനത്തെ എത്രത്തോളം ഔപചാരികമായിരിക്കും കണക്കാക്കുക? അമേരിക്ക ഇനി തീരുമാനിക്കുന്നതായിരിക്കാം റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിറവേറ്റാൻ പോകുന്നത്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും അതുപോലെ തന്നെ LGBT കമ്മ്യൂണിറ്റിയെ തന്നെ ഇല്ലാതാക്കാനും അങ്ങനെ വളരെയധികം പ്രതീക്ഷകളാർന്ന നിരവധി കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് നിറവേറ്റുമെന്ന് പറയുന്നു. ഒരു ഭാഗത്ത് ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിക്കുന്നവരും ഒരു ഭാഗത്ത് ഡൊണാൾഡ് ട്രംപിനെ പ്രതികൂലിക്കുന്നവരും. ഈ അനുകൂലിക്കുന്നവരുടെ ഇടയിൽ പോലും എലോൺ മസ്കിന് തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച എല്ലാ നടപടികൾക്കും കൃത്യമായ പിന്തുണ നൽകിയിരുന്ന എലോൺ മസ്ക് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു നടപടിയെ പിന്തുണയ്ക്കാതിരുന്നതെന്നും അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും ഇറങ്ങിപ്പോയതും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയാം.